ചില്ലി ചിക്കനോടൊപ്പം ഫ്രൈഡ് റൈസ് വേണ്ടേ? നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാനായിട്ട്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം പറയാം. ഏതാണ്ടൊരു 3/4 വേവ്, അതായത് ഇങ്ങനെ തമ്മിലൊട്ടരുത്, അതുപോലെ വേവിച്ച് വെച്ച നല്ല വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്ത 2 ഗ്ലാസ് ബസ്മതി റൈസ്, ഒരു വലിയ സവോള ചെറുതായി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, ബീൻസ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സെല്ലറിയുടെ തണ്ട്, കുറച്ച് വേവുള്ളത് കൊണ്ട് സെല്ലറി തണ്ട് വേറെ, സെല്ലറിയുടെ ഇലകൾ, നൈസായി അരിഞ്ഞ ക്യാപ്സിക്കം. നമ്മളിപ്പോൾ ഈ 2ലേക്കും കൂടി ഒരൊറ്റ ക്യാപ്സിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ്റെ കുറച്ച് ചെറുതായി അരിഞ്ഞത്, വൈറ്റ് പെപ്പർ പൗഡർ ചൂടാക്കി അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. നമ്മൾ ഈ ചെയ്തതിലൊന്നും തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യുക. വെളുത്തുള്ളി ഒന്ന് നന്നായി വഴറ്റിയ ശേഷം ബ്രൗൺ നിറം ആവരുത്, കാരണം ചോറിൽ ആ ബ്രൗൺ കളർ എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയുടെ നിറം മാറരുത്. നിറം മാറുന്നതിന് മുൻപ് ഒന്ന് ആ പച്ച അങ്ങ് പോയി കഴിഞ്ഞോടുകൂടി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളും കൂടി നന്നായി ഒന്ന് വഴറ്റുക. ഇതൊന്ന് നന്നായി വഴറ്റി വരുമ്പോൾ നല്ലൊരു മണം വരും. ഇനി അതിലേക്ക് സവോള, ഒരു വലിയ സവോള അരിഞ്ഞത്, ചേർക്കുക. സവോളയും ബ്രൗൺ നിറം ആവരുത്, കാരണം ആദ്യം പറഞ്ഞത് തന്നെയാണ്, ചോറാണ്. അപ്പോൾ ചോറ് ഈ വല്ലാതെ ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയും സ്വാദും പോവും. സവോള വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ബീൻസ് അരിഞ്ഞ് വെച്ചത് ഒരു 2 എണ്ണം, അതും നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്കുള്ള കട്ടിങ്സ് എല്ലാം തന്നെ ഇങ്ങനെ ചരിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്. നമ്മളെടുത്തതിൽ വെച്ച് ഏറ്റവും വേവ് കൂടുതലുള്ളത് ബീൻസാണ്. അതുകൊണ്ടാണ് ബീൻസ് ആദ്യം ചേർക്കുന്നത്. അത് ബീൻസിൻ്റെ ഈ പച്ച കളറ് ഒന്നുകൂടി ഒന്ന് കളറ് വെച്ച് വരും, ഇതിൻ്റെ പച്ച. ആ പാകം എത്തുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ചേർക്കുക. ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർക്കുക. സെല്ലറിയുടെ തണ്ട്, ചെറുതായി അരിഞ്ഞ സെല്ലറിയുടെ തണ്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് ഒന്ന് വഴറ്റുക.
ഇതിനൊന്നും പ്രത്യേകിച്ച് അധികം വേവില്ലാത്തതുകൊണ്ട് അധിക നേരം നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സെലറിയുടെ ഇല മാത്രമായിട്ട് അരിഞ്ഞു വെച്ചത് ചേർക്കുക. ക്യാപ്സിക്കം വളരെ നൈസായിട്ട് അരിഞ്ഞതാണ്, ഷേപ്പ് നീളത്തിൽ. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ആവശ്യത്തിനാണ്, അത് നോക്കിയിട്ട് ചേർക്കുക. അരി അധികം വെന്ത് പോവാതിരിക്കാനായിട്ട് നമ്മൾ ചോറിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ്, ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വൈറ്റ് പെപ്പർ പൗഡർ, ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചോറ് കുറേശ്ശെയായി ഇട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക. തീയ് സിമ്മിൽ വയ്ക്കുക. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. കാരണം ഒന്നായിട്ട് നമ്മളിട്ട് കഴിഞ്ഞാൽ 2 ഗ്ലാസ് അരിയുടെ ചോറ് ഒന്നിച്ചിട്ടാലിത് മിക്സ് ആകില്ല. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായി ഉതിർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ വിതറുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. 4 പേർക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസാണ്. എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വേഗം ഉണ്ടാക്കിക്കോളാം. ഡിന്നർ റെഡി. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, സോസ്.